അല്ലാഹുവേ, ഭൗതികമായ ലോകത്ത് നിന്ന് ഒരു ദിവസം ഞങ്ങൾ യാത്ര പറയാനുണ്ടല്ലോ അല്ലാ. എപ്പോഴാണ്, എവിടെ വച്ചാണ്, എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതേ നാദാപുരത്തിനടുത്ത് വാണിമേലുള്ള ഫഹീമ എന്ന് പറയുന്ന 30 വയസ്സുള്ള സഹോദരി വീടിന്റെ മുറ്റത്ത് നിന്ന് തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ചെറിയ മക്കളാണ്. ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ തെങ്ങ് കടപുഴകി വീണ് അവരുടെ തലയുടെ മുകളിലേക്ക് വീഴുന്നു. അങ്ങനെ ആ സഹോദരി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. ഭക്ഷണം കൊടുക്കുന്ന സമയത്തും ആ സഹോദരി വിചാരിച്ചിട്ടുണ്ടാവൂല, ഇത് എൻ്റെ അവസാന സമയമാണ്, ഈ എൻ്റെ കുഞ്ഞിന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് ഇത് അവസാനത്തെ കൊടുക്കലാണ്, ഈ നിമിഷം ഞാൻ ഇവിടെ വച്ച് യാത്ര പറയുകയാണ് എന്ന് ആ സഹോദരി പോലും വിചാരിച്ചിട്ടുണ്ടാവുകയില്ലല്ലോ. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. എപ്പോഴാണ്, എവിടെ വച്ചാണ്, ഏത് സമയത്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നാളെ രാവിലെ സുബഹിയാകുമ്പോ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ? അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ എത്ര ചെറിയവരും എത്ര വലിയവരും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടങ്ങിയേ മതിയാകൂ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, മരിക്കുന്ന സമയത്ത് ഖൽബ് ലംഘി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമ തങ്ങളുടെ കാണാൻ അഴകുള്ള ചന്തമുള്ള പുന്നാര പൂമുഖം കണ്ട് സ്വർഗത്തിന്റെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരായ നിലയിൽ അല്ലാഹുവേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് അല്ലാഹുവേ, നിന്റെ റഹ്മത്തിലേക്ക് നല്ല റാഹത്തോടെ ഈമാനോടെ ഖൽബ് ലംഘി യാത്രയാക്കപ്പെടുന്ന നല്ല മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ, ഞങ്ങളെ മാതാപിതാക്കളെ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാരെ, മക്കളെ, ഞങ്ങളെ മദനീയ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കുകയും നീ ഉൾപ്പെടുത്തുകയും ചെയ്യണേ അല്ലാ. എല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്.